ഹലോ നമസ്കാരം. താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് രണ്ട് തനി നാടൻ കറികളുടെ റെസിപ്പി കണ്ടു നോക്കിയാലോ. അപ്പോൾ ചെറിയ ചാറ് കറിയും ഒരു തോരനും ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ചാറ് കറി ഞാൻ പൈനാപ്പിൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പൈനാപ്പിൾ വെച്ചിട്ടുള്ള കറികൾ ഞാൻ ഇതിക്ക് മുമ്പ് ഇട്ടിട്ടുണ്ട്. നോയമ്പ് കാലത്താണ് കൂടുതലും ഇങ്ങനത്തെ കറികളൊക്കെ വയ്ക്കണത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പൈനാപ്പിളും ബീട്രൂട്ടും വെച്ചിട്ട് ബീട്രൂട്ട് തോരനും പൈനാപ്പിൾ കറി വെച്ചതും കൂടിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് പൈനാപ്പിൾ നമ്മളിൽ ഒരെണ്ണമാണ് എടുക്കണത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കുറച്ച് കഷ്ണങ്ങളുള്ളൂ. ഇത് ചെറിയ രണ്ട് പൈനാപ്പിളാണ്. പക്ഷേ ഇത് നല്ല അടിപൊളി മധുരമുള്ള പൈനാപ്പിളായിരുന്നു. നല്ല മധുരമുണ്ട് ഇതിന്, അധികം പുളിപ്പൊന്നും ഇല്ലാതെ നല്ല മധുരമുള്ളതാണ്. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ കുഴി പോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ അടത്തിയൊക്കെ കളയുന്നുണ്ട്. അപ്പോൾ ചിലതൊക്കെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് അലർജി ഉണ്ടാവും. അപ്പോൾ ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്നാലും അതിൻ്റെ ഉള്ളിലത്തെ വലിയ വലിയ ആണിയുടെയൊക്കെ പാടുകളൊക്കെ ഞാൻ കുറേയൊക്കെ കളയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉപ്പുവെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ടൊന്ന് കഴുകി കളയണം. അരിഞ്ഞതിന് ശേഷം പിന്നെ കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം. എന്നിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നോയമ്പ് സീസണിലും പിന്നെ ഈ പച്ചക്കറിയൊക്കെ കൂട്ടണ സീസണിലൊക്കെ നമ്മൾക്ക് വയ്ക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് പൈനാപ്പിൾ കറി. അപ്പം അധികം പുളിയൊന്നും ഇല്ലാതെയാണ് ഇത് വയ്ക്കേണ്ടത്. കൂടുതൽ പുളിയായിട്ടുണ്ടെങ്കിൽ പൈനാപ്പിളിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും. അപ്പം ഞാനിതിൽ കുറച്ച് തൈര് ചേർക്കണുള്ളൂ. ഇതിൻ്റെ മധുരമൊക്കെ നഷ്ടപ്പെടാതെ ചെറിയൊരു പുളിക്ക് വേണ്ടി മാത്രം കുറച്ച് തൈര് ചേർക്കണുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഈ പൈനാപ്പിളൊക്കെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അപ്പം ഇതിന് നല്ല നീരും ഇതൊക്കെ ഉള്ള നല്ല മധുരമുള്ള പൈനാപ്പിളായിരുന്നു. അപ്പോൾ ഇതും കൊണ്ടൊക്കെ കറി വെച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമുക്കിത് അരിഞ്ഞതിന് ശേഷം ഞാൻ കുക്കറിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പൈനാപ്പിൾ നമ്മൾ സവാളയുടെയൊക്കെ ഒപ്പം വാട്ടിയെടുത്ത് കഴിഞ്ഞാലും വേവ് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇത്തവണ കുക്കറിലിട്ട് 1-2-3 വിസിൽ കേട്ടാലും കുഴപ്പമില്ല, നന്നായിട്ട് വെന്ത് കിട്ടണത്. പിന്നെ ഞങ്ങൾക്ക് തേങ്ങയിലേക്ക് ഞാൻ കുറച്ച് കടുകും കൂടി ചേർത്താണ് അടിച്ചു കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് പൈനാപ്പിൾ പച്ചടിയൊക്കെ വെക്കുമ്പോൾ അങ്ങനെ ചേർക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചാറ് കറിയായിട്ടാണ് വയ്ക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യണ പോലെ എന്നും എപ്പോഴും സവാള വഴറ്റലും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ സവാളയും പച്ചമുളകും കറിവേപ്പിലയും 1 കഷ്ണം ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയൊക്കെ കൂടി എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളിത് വയ്ക്കണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവണത്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, തേങ്ങ അരച്ച് വെക്കണ കറികളിൽ ഞാൻ വേറെ പൊടികളൊന്നും ചേർക്കാറില്ല. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ചേർക്കണുള്ളൂ. പച്ചമുളക് 2-3 ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ അടിച്ചൊഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. കൂടുതൽ മുളകൊന്നും ഇടാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. പിന്നെ നമുക്ക് ഈ വേവിച്ച് അതൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇതിലൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതിൽ വേവിച്ചപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഉപ്പും ചേർത്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം നമ്മൾ തേങ്ങയും കടുകും കൂടി അരച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ഒരു സൂപ്പർ ടേസ്റ്റുള്ള കറിയായിരുന്നത്. അപ്പോൾ പൈനാപ്പിളൊക്കെ കിട്ടുമ്പോൾ ഒരു കഷ്ണമെങ്കിലും എടുത്തിട്ട് നിങ്ങളതൊന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. പിന്നെ ഇതിലേക്ക് നമ്മൾ വേറെ മധുരം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ തൈര് കുറച്ച് ചേർക്കണുള്ളൂ. ചെറിയൊരു പുളിപ്പിന് വേണ്ടി മാത്രം തൈര് ചേർക്കണുള്ളൂ. അപ്പം തേങ്ങരപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വഴച്ചതിന് ശേഷം നമുക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ കട്ടയാവാതെയും കൂടുതൽ ലൂസാവാതെ ഇരുന്നാൽ മതിയാകും. പിന്നെ നമുക്കിതിലേക്ക് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ അരപ്പ് ഇട്ടിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ കടുകും കുറച്ച് ഉലുവയും 2 വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പൈനാപ്പിൾ ചാറ് കറി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ നമുക്ക് തോരനായിട്ട് ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും കൂടിയാണ് ഞാൻ തോരൻ വെക്കണം. അപ്പോൾ അത് രണ്ടും ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ബീട്രൂട്ടൊക്കെ നമ്മൾ തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒട്ടും കഴുകരുത്. ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചൊക്കെ ഉണ്ട്, അതേപടി തന്നെയാണ് കറി വയ്ക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണമൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ ബീട്രൂട്ടും ക്യാരറ്റും സവാളയും ഒക്കെ കൂടി പാനിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും. വെള്ളമൊന്നും ഇട്ടൊഴിക്കണ്ട. അപ്പോൾ അതും കൂടിയാണ് ഇന്നത്തെ റെസിപ്പി. ഗ്രേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം വേവൊന്നുമില്ല. ഇതിന് 2-3-4 മിനിറ്റ് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി
ബീറ്റ്റൂട്ട് ഉരുളക്കിഴങ്ങ് തോരനും റെഡിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഉച്ചക്കലത്തെ ലഞ്ച് ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇത്തരം നാടൻ റെസിപ്പീസൊക്കെ കാണാൻ നമ്മുടെ ഈ ചാനൽ താരാസ് വണ്ടർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.